തരാം. ലേഖകന് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. ആ ലേഖകന് തെറ്റിദ്ധാരണ 6-ാമത്തെ വാക്യം വായിച്ചേ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വായിച്ചേ. ഞാൻ ഒരു നാളും ഇപ്പൊ എനിക്ക് വീടായി, എനിക്ക് വണ്ടിയായി, എനിക്ക് കാറായി, എനിക്ക് നല്ല ഉടുപ്പും തുണിയായി, എനിക്ക് മാന്യതയായി, എനിക്ക് പേരായി. ഇതൊക്കെ ഇരിക്കുമ്പോൾ ഇന്നലെ കടന്നൊന്ന് ഓർത്തോട്ട് ഇവിടെ ഇരിക്കണം. സുഖം കൂടിയപ്പം പറഞ്ഞ് ഇനി എനിക്കൊരു കുഴപ്പമില്ല, ഇനി എനിക്കൊരു പ്രശ്നമില്ല. അല്ലോ, ഇനി എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്കിനി എന്തോ വരാനാ, എനിക്ക് എല്ലാം ദൈവം തന്നു. എല്ലാരും ഉണ്ടോ? എന്നോട് പിണങ്ങല്ലേ, എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം. ദൈവമക്കളെ, എല്ലാം കൊടുക്കുന്നത് ദൈവം അല്ല. ഒതുക്കി ദൈവം കൊടുത്തു കാണാം, പക്ഷെ അവന്റെ പ്രാണന് ക്ഷേമെന്ന് ആ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. യേശു കർത്താവിനോട് എല്ലാം തരാമെന്ന് പറഞ്ഞ ആരാ പറയുന്നേ? ഓ, പിശാച്. ഒരു വട്ടം, എല്ലാ ആഴ്ചയിലും 3 നേരം വേണ്ട, ഒറ്റവട്ടം വീണ് എന്നെ നമസ്കരിച്ചാൽ മുഴുവൻ തരാം. എല്ലാം കിട്ടിയത് കൊണ്ട് ആത്മീയനാണ് ചമയല്ലേ, എല്ലാം കിട്ടിയോണ്ട് നിന്റെ പ്രാർത്ഥന കൂടുതലുണ്ടാകും ചമയല്ലേ, എല്ലാം കിട്ടിയോണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ചമയല്ലേ. എല്ലാം കിട്ടിയെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി എന്ന് സമർപ്പിക്കാൻ കഴിയുന്ന മനസ്സാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ നിങ്ങളോടും പറയുന്നു, വിശുദ്ധ സഭായോഗത്തിന്റെ മധ്യത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, സുവിശേഷ ആത്മവീര്യത്തോടെ പറയുന്നു, സഭ എന്ന് പറയുന്നത് വലിപ്പ ചെറുപ്പം ഇല്ല, പണം ഉള്ളവൻ ഇല്ലാത്തവനെന്നില്ല, വെളുത്തവൻ കറുത്തവനെന്നില്ല. ഇതിനകത്ത് ദൈവമേ വലിയവനുള്ളൂ. തോന്നി, ഞാൻ പറഞ്ഞല്ലേ, എന്റെ ജോലി വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. സുവിശേഷന്മാർ ചെയ്യേണ്ട കാര്യമാണ്. സംഗീതത്തിന് മാത്രം പ്രസംഗിച്ച് ഒന്ന് ആട്ടിക്കൂട്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞാൽ പരിപാടിയില്ല. 6-ാം വാക്യം ശ്രദ്ധിച്ചു വായിച്ചോ. ഞാൻ പറഞ്ഞല്ലേ, ദാവീദ് പറഞ്ഞ, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ലെന്ന് എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് നിറച്ച് ആഹാരം ഉണ്ടായിരുന്നപ്പോൾ, എൻ്റെ വീട്ടിൽ എല്ലാത്തിനും കാശുണ്ടായിരുന്നപ്പോൾ, അക്കൗണ്ടിൽ കാശ് കിടന്നപ്പോൾ, പിള്ളേർ മുടങ്ങാതെ പൈസ അയച്ചു തരാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ വീട്ടിലൊരു കുഴപ്പം ഇല്ലാതിരുന്നപ്പോൾ, AC-ക്കകത്ത് കിടന്നപ്പോൾ, ഹലോ ശ്രദ്ധിച്ചു കേട്ടോ, എനിക്കങ്ങ് തോന്നി ഇനി ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ എന്തോ സംഭവിച്ചെന്നറിയണോ? 7-ാമത്തെ വാക്യം. അടുത്തത്, എന്റെ കൂടെ പുറമെ ശ്രദ്ധിച്ച് കേട്ടോ. ഇത് സുഖം വന്നപ്പോ തോന്നി എല്ലാം ദൈവം തന്നു, ഇനി എല്ലാം സുഖം തോന്നി. വചനത്തിന്റെ ആഴത്തോട്ട് പാമ്പോന്നേ ഉള്ളൂ. തെറ്റി. ദാവീദിന് തോന്നി, ആളിനെ അങ്ങ് എണ്ണാൻ തോന്നി. ഞാൻ ഏത് രാജ്യത്തിന്റെ രാജാവാ? എണ്ണി നോക്കി, അടിയപ്പ കിട്ടി. മധുരഗായകനായ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ ദൈവം ശിക്ഷിച്ചെങ്കിൽ ഭയപ്പെട്ടോ? ആ വാക്യത്തിന്റെ അർത്ഥം, യഹോവേ നിന്റെ പ്രസാദത്താൽ. തിരുത്തി പറഞ്ഞു. 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ കുലുങ്ങത്തില്ലെന്ന്. ഞാൻ ഒരു നാളും നിങ്ങൾ ഇവിടെ ഇല്ല. 6-ാം വാക്യത്തിൽ പുള്ളി പറഞ്ഞു ഞാൻ കുലുങ്ങത്തില്ലെന്ന്. ഓക്കെ ആണേ. 7-ാം വാക്യത്തിൽ തിരുത്തി, ദൈവമേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് തോന്നി എന്റേത് വലിയ പർവ്വതമാണ്, വെച്ചോടെ എല്ലാം കുന്നു. ഹലോ, ഞാൻ ഒരു വലിയ പർവ്വതം. നിങ്ങളുണ്ടോ? എനിക്ക് തോന്നി ഞാൻ വലിയ പർവ്വതമാണ്, മറ്റേതെല്ലാം ചെറിയ കുന്നുകളാണ്. എനിക്ക് തോന്നി ഞാൻ ഇനി കുലുങ്ങത്തില്ലെന്ന്. 7-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവേ എന്റെ പർവ്വതം നിൽക്കുന്നത് എന്റെ മിടുക്കിനാലല്ല, നിന്റെ പ്രസാദത്താലാ. ഈ തിരിച്ചറിവാണ് ക്രിസ്ത്യാനിറ്റി. ശരിയാ, മുണ്ട് മുറുക്കി ഉടുത്തും പട്ടിണി കിടന്നും ഉപവാസിച്ചും പ്രാർത്ഥിച്ചും സഭയ്ക്കകത്ത് വന്ന് ഇറങ്ങാതെ ഇതിനകത്ത് കിടന്നും അനുഗമിച്ചും കരഞ്ഞും വിളിച്ചും ദൈവം നമ്മെ അനുഗ്രഹിച്ചു. വേണം, അനുഗ്രഹിക്കണം, ഇനി അനുഗ്രഹിക്കണം. പക്ഷെ അനുഗ്രഹിച്ചത് ദൈവമാണെന്ന് മറക്കരുത്. തിരുത്തുന്ന നല്ലൊരു മനസ്സാണ്. സുഖകാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ കുലുങ്ങത്തില്ല. 7-ാം വാക്യത്തിൽ പറഞ്ഞു, അയ്യോ എന്റെ പർവ്വതം നിൽക്കുന്നത് നിന്റെ പ്രസാദത്താല. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അയ്യോ തീർന്നില്ല അയ്യോ മക്കളെ. അടുത്ത വരി വല്ലാതെ പിടിച്ചു കുലുക്കും അകത്താത്മാവുള്ളവരെ. എങ്ങനെയാണെന്നറിയുമോ? നിന്റെ മുഖം മറച്ചാൽ ഞാൻ ഭ്രമിച്ചു പോകും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും?
നിന്റെ മുഖം ഒന്ന് മാറ്റിയാൽ, നിന്റെ മുഖം ഒന്ന് ചരിച്ചാൽ, നിന്റെ നോട്ടെങ്കിൽ നിന്ന് മാറ്റിയാൽ, നിന്റെ പ്രസാദം ഇല്ലാതായാൽ, നിന്റെ കരുണ എന്നിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ പിന്നെ ഇല്ല. ദൈവത്തിന്റെ പ്രസാദം ആയുസ് മൊത്തം നമ്മളെ പറ്റിപ്പിടിച്ച് നിൽക്കുമെന്നൊരു ചിന്ത ആരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. അവന്റെ മുഖം മറഞ്ഞാൽ വിറയ്ക്കാൻ പറ്റുന്ന പർവ്വതങ്ങളെ നമുക്കുള്ളൂ. അവന്റെ മുഖം മാറിയാൽ നമ്മുടെ മുട്ടാടും. അവന്റെ മുഖം മാറിയാൽ ഉറച്ച പർവ്വതങ്ങൾ പോലും മുട്ടാടുകളെ പോലെ ആടുമെങ്കിൽ ഇന്ന് വൽക്കാലം എന്നോട് ചേർന്ന് പറ, കർത്താവേ, നിന്റെ പ്രസാദം ജീവനുള്ളത്.